ബഹുമാനരായ ഇസ്ലാഹി പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുവഹിദുകളും മുത്തഖീങ്ങളുമായി ജീവിച്ചു ഭരിക്കുവാൻ ശ്രമിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് ശിർക്കിന്റെ നേരിയ ഒരംശം പോലും കടന്നു വരാതെ സൂക്ഷിച്ച് യഥാർത്ഥ മുവഹിദുകളായി, യഥാർത്ഥ സലഫികളായി ജീവിച്ച് മരിക്കുവാൻ തൗഫീഖ് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഇന്ന് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഈ രൂപത്തിലുള്ള ഒരു സംസാരം സംഘടിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമ്മുടെ ദഅ്വാ പ്രവർത്തനങ്ങൾ മുടക്കുവാനുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ദഅ്വത്ത് നടത്താൻ മുമ്പിൽ നിൽക്കേണ്ടുന്ന ആളുകൾ ഉണർന്നു പ്രവർത്തിക്കുകയും കേട്ടുണ്ടോ വളരെ സജീവമായി ദഅ്വത്തുമായി മുന്നിട്ടിറങ്ങുകയും ചെയ്തു. ആ ദഅ്വാ രംഗത്ത് ഈ കാലം വരെയും ഇല്ലാത്തത്ര ആവേശത്തോടെയും സജീവതയോടും കൂടിയാണ് ഇന്ന് അൽഹംദുലില്ലാഹ് കേരളത്തിൽ മാത്രമല്ല അതിന് പുറത്തും അതിശക്തമായി നാം പ്രബോധന സംരംഭങ്ങളുമായി നടന്നുകൊണ്ടിരിക്കുന്നത്. വാദപ്രതിവാദവും മുഖാമുഖങ്ങളും ആദർശ വിശദീകരണ യോഗങ്ങളും ക്യാമ്പുകളും ക്ലാസുകളും എല്ലാമായി ഓരോ നിമിഷവും മുഴുവൻ മുജാഹിദുകളും വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമുക്കുള്ളത്. ഒരുപക്ഷെ നാം ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് പോലും നടത്താൻ സാധിക്കാതിരുന്ന ദഅ്വാ മേഖലകളാണ് ഇന്ന് നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഖുറാഫികളുടെ അതിശക്തമായ കേന്ദ്രങ്ങളിൽ പോലും കടന്നു ചെന്ന് വളരെ സധൈര്യം എഴുന്നേറ്റ് നിന്ന് ആർക്കും ചോദിക്കാം, എന്തും ചോദിക്കാമെന്ന് നോട്ടീസിൽ തന്നെയും പരസ്യപ്പെടുത്തിക്കൊണ്ട് ആരുടെയും ചോദ്യങ്ങൾ സ്വീകരിക്കുന്ന, എല്ലാവർക്കും കൃത്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മറുപടികൾ നൽകാൻ നമ്മുടെ ഓരോ പ്രബോധകന്മാർക്കും സാധിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് അതിൽ വിരളി പൂണ്ട കോക്കസുകാർ ഏത് വിധേനയെങ്കിലും ഈ സാഹചര്യങ്ങളെ മറികടക്കുവാനുള്ള ശ്രമങ്ങൾ നാട് നീള വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 മാസങ്ങളിലായി നാം നടത്തിയ 2 വാദപ്രതിവാദങ്ങൾ, ഫെബ്രുവരി 14 പന്നിപ്പാറയിൽ വെച്ച് നടത്തിയ സാലിസ് വാടാനപ്പള്ളിയുമായുള്ള സംവാദവും മാർച്ച് 11 കോഴിച്ചനയിൽ വെച്ച് നടത്തിയ നാസസുല്ലമി എന്ന മടവൂരി ചാരനുമായുള്ള സംവാദവും, ആ 2 സംവാദങ്ങളോട് കൂടി ഒരുപാട് ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യമാവുകയും ധാരാളം ആളുകൾ നമ്മുടെ ഈ ദഅ്വാ മുന്നേറ്റത്തിൽ സജീവമായി നമ്മുടെ കൂടെ ഇറങ്ങാൻ തയ്യാറാവുകയും ചെയ്ത സന്തോഷകരമായ സാഹചര്യം നമുക്ക് ഇവിടെ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ആ ഒരു സമയത്താണ് എന്ത് ചെയ്യും എന്നറിയാതെ ഈ കോക്കസുകാർ നാട് നീളെ എനിക്കെതിരെ ഒരു കുപ്രചാരണവുമായി ഇറങ്ങിത്തിരിച്ചത്. ഖുർആൻ ദുർവ്യാഖ്യാനിച്ചുവെന്നും ഇല്ലാത്ത ആശയം
വിശുദ്ധ ഖുർആൻ വചനത്തിന് എന്റെ വകയായി ഞാൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രചാരണങ്ങൾ, ഒരു കളവ് 100 പ്രാവശ്യം ആവർത്തിച്ചാൽ സത്യമായി മാറുമെന്ന ഗീബൽസിന്റെ സിദ്ധാന്തം തൽക്കാലം അത് ഏറ്റെടുത്തുകൊണ്ടാണ് അത്തരം പ്രചാരങ്ങളുമായി ഈ ആളുകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ധാരാളം ആളുകൾ കേൾക്കുമ്പോൾ ഏതാനും ആളുകളെങ്കിലും അതൊന്ന് വിശ്വസിച്ചെങ്കിലോ എന്ന തോന്നലായിരിക്കാം ഒരു പക്ഷേ ആ ഒരു ശൈലി സ്വീകരിക്കാൻ അത്തരക്കാർക്കുള്ള പ്രചോദനം. എല്ലാ രംഗത്തും കളവും വഞ്ചനയും കുതന്ത്രങ്ങളും ഫിത്തനകളും മാത്രം കൈമുതലാക്കിക്കൊണ്ടാണല്ലോ ഇന്ന് അത്തരം ആളുകൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അങ്ങനെ വ്യാപകമായി നാട് നീളെ ഖുർആനായത്ത് ദുർവ്യാഖ്യാനിച്ചുവെന്നും കാന്തപുരം മുസ്ലിയാരെ പോലും കടത്തിവെട്ടി എന്നും വരെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, നമുക്ക് ആ പ്രചാരണങ്ങളും നമ്മെ സംബന്ധിച്ച് ഖൈർ തന്നെയാണ്. പാരത്രികമായ ലോകത്ത് നമുക്കതെല്ലാം ലാഭമായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു ആ നിലക്ക് അതും നമുക്കൊരു ഖൈറാക്കി തരുമാറാവട്ടെ. എത്രത്തോളം എന്ന് വെച്ചാൽ അൽ ഹിദായ എന്ന പേരിൽ പുറത്തിറങ്ങിയ ഒരു പുതിയ ഒരു പ്രസിദ്ധീകരണത്തിൽ നമ്മൾ കണ്ടു, കാന്തപുരം മുസ്ലിയാരുടെ റെക്കോർഡ് തകർത്തുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ എന്ന് ചട്ടയിൽ തന്നെ അടിച്ചുവിട്ടിട്ടാണ് അവർ ആ സാധനം ചെലവഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രചാരണങ്ങൾ നാട് നീളെ നടക്കുന്നുവെന്ന വാർത്തയറിഞ്ഞപ്പോൾ കഴിഞ്ഞ ഏതാനും പരിപാടികളിലായി ഞാനത് ഏറ്റെടുക്കുകയും അതൊരു വെല്ലുവിളിയായി തന്നെ പല വേദികളിലും ഞാൻ അവതരിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ പലരും അത് കേട്ടതാണ്. പല വേദികളിലായി കോഴിച്ച സംവാദവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിശദീകരണ പരിപാടിയിലും ശേഷം നടന്ന ചില മുഖാമുഖങ്ങളിലും കോഴിക്കോട് കളപ്പുറത്ത് നാം സംഘടിപ്പിച്ച നമ്മുടെ ദഅവ സമ്മേളനത്തിലുമൊക്കെ പതിനായിരങ്ങളെ സാക്ഷിയാക്കി ഞാൻ പ്രഖ്യാപിച്ചു, ഈ ഒരു ആയത്ത് ഞാൻ ദുർവ്യാഖ്യാനിച്ചുവെന്നാണെങ്കിൽ മുൻഗാമികളായ പണ്ഡിതന്മാരാരും പറയാത്ത, ലോക സലഫി പണ്ഡിതന്മാർക്കൊന്നും പരിചയമില്ലാത്ത ഒരു പുതിയ അർത്ഥം ഞാനായിട്ടുണ്ടാക്കിയെടുത്ത് പറഞ്ഞുവെന്നാണ് വല്ലവന്റെയും അഭിപ്രായമെങ്കിൽ ആ ഒരു ആരോപണം അത് തെളിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫിയുമായി ഒരു തുറന്ന സംവാദത്തിന് പരസ്യമായ വേദിയിൽ വെച്ച് തന്നെ ഈ ഉള്ളവൻ തയ്യാറാണ് എന്ന് പല വേദികളിലായി ആവർത്തിച്ച് നാം പ്രഖ്യാപിച്ചു. ചില മുഖാമുഖങ്ങളിലും അതുപോലെ കോഴിക്കോട് കളപ്പുറം സമ്മേളനത്തിലും പരസ്യമായി ഞാനത് പ്രഖ്യാപിച്ചതാണ്. മാത്രവുമല്ല, ഞാനതിന് നിബന്ധന വെച്ച് തന്നെ എടവണ്ണയിലോ അരീക്കോടോ ഉദായിയോ പുളിക്കലോ പോലുള്ള ഒരു മുജാഹിദ് മഹലിൽ പരസ്യമായി മുഴുവൻ മുജാഹിദുകൾക്കും കേൾക്കത്തക്ക വിധം പരസ്യമായ സംവാദം തന്നെ ഈ വിഷയത്തിൽ നമുക്ക് നടത്താം, ഞാനിത് തയ്യാറാണ് എന്ന് ഞാൻ വെല്ലുവിളിക്കുകയും കടപ്പുറം പ്രോഗ്രാമിലെ വെല്ലുവിളിയോടുകൂടി ഈ ആളുകളുടെ ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്തു എന്നതാണ് ശേഷമുള്ള ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആ ഒരു വെല്ലുവിളി കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം അബ്ദുൽ നാസർ സുല്ലമി എന്ന് പറയുന്ന മടവൂരിച്ചാരൻ എന്നെ നേരെ ഫോണിൽ ബന്ധപ്പെട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കൾ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് വെല്ലുവിളിച്ചുവല്ലോ, ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, ആരാണ് താങ്കളെ വെല്ലുവിളിച്ചത്? ഞാൻ വെല്ലുവിളിച്ചത് അബ്ദുറഹ്മാൻ സലഫിയാണല്ലോ. എവിടെ അദ്ദേഹം? അദ്ദേഹത്തെയാണ് എനിക്ക് ആവശ്യം, താങ്കളെ ഞാൻ വെല്ലുവിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാനുമായി ഒരു സംവാദം നടത്താൻ താങ്കൾക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടാണോ താങ്കൾ തയ്യാറാവാത്തത്? ഞാൻ പറഞ്ഞു, എന്താ സുല്ലമി, എന്താ നിങ്ങൾ ഈ പറയുന്നത്? സംവാദം നടത്തി എന്താ ഉണ്ടായത് എന്ന് മാലോകർ മുഴുവൻ അറിഞ്ഞതാണ്. പിന്നെ ഇപ്പൊ വന്നിട്ട് ഞാനുമായി നടത്താൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന എന്തർത്ഥമുണ്ട്? അതുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി വരട്ടെ, അദ്ദേഹത്തെയാണ് ആവശ്യം. അദ്ദേഹത്തെ തന്നെ ആവശ്യപ്പെടാൻ കാരണം ഇന്ന് ആ കൂട്ടത്തിൽ കാര്യമായ പണ്ഡിതന്മാരായി രംഗത്ത് വരുന്ന ആളുകളിൽ നാസസുല്ലമി കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ ഇനി ആകെ ബാക്കിയുള്ളത് അബ്ദുറഹ്മാൻ സലഫിയാണല്ലോ. അതിനപ്പുറത്ത് വേറെ ആരുമില്ല. കായക്കൊടിയും അതുപോലെ ഹംസബാക്കയും ഒക്കെ നാസസുല്ലമിക്ക് കിതാബ് തീർക്കാൻ വേണ്ടി വരാവുന്ന ഒരു ഹെൽപ്പർമാരുടെ നിലവാരമേ ഉള്ളൂ എന്ന് കോഴിച്ച സംഭവത്തോടു കൂടി നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി ബാക്കിയുള്ളത് നാസസുല്ലമി കഴിഞ്ഞാൽ പിന്നെ അബ്ദുറഹ്മാൻ സലഫിയാണ്. അതുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി വരട്ടെ, അദ്ദേഹത്തെ നമുക്ക് ആവശ്യം ഈ വിഷയത്തിൽ. മാത്രവുമല്ല, 2 ദിവസം മുമ്പ് നടന്ന
മംഗലാപുരത്ത് വെച്ച് സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ ഒരു ആനുകൂല്യം കൂടി എന്റെ വക ഞാൻ കൊടുത്തു. വേണമെങ്കിൽ അബ്ദുറഹ്മാൻ സലഫി കിതാബ് തീർക്കാൻ വേണ്ടി ടി പി അബ്ദുൽ മദനിയെ കൂടെ കൊണ്ടുവരാം എന്നുകൂടി എന്റെ ഔദാര്യമായി മംഗലാപുരം മുഖാമുഖത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് പറഞ്ഞപ്പോൾ നാസുസുലമി ചോദിച്ചത്, അബ്ദുറഹ്മാൻ സലഫിയെ വെല്ലുവിളിക്കാൻ മാത്രമൊക്കെ നിങ്ങളുണ്ടോ? ഒരു മൂട്ടയെ കൊല്ലാൻ AK-47 ആവശ്യമുണ്ടോ എന്നാണ് മൂപ്പര് ചോദ്യം. ഞാൻ പറഞ്ഞത് അതൊരു AK-47 ആണെന്നോ അതത്ര വലിയ ആളാണ് എന്നോ ഇന്ന് ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോരായ്മ എന്നല്ലാതെ ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാമല്ലോ, യഥാർത്ഥത്തിൽ അബ്ദുറഹ്മാൻ സലഫി എന്നുള്ളത് ഊതി വീർപ്പിച്ച ഒരു വലിയ ബലൂണാണ് എന്ന് ഇപ്പൊ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി. കണ്ടാ വലിയൊരു ബലൂണായി തോന്നും, പക്ഷെ ഒരു ചെറിയ മുട്ടുസൂചി മതിയല്ലോ അത് എല്ലാം തകർക്കാൻ. ഒരു ചെറിയൊരു മുട്ടുസൂചി മതി, അതുകൊണ്ട് തോണ്ടിയാൽ തന്നെ അത് കഴിഞ്ഞു, അത്രേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ആ ഒരു AK-47 നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു അബ്ദുറഹ്മാൻ സലഫി അത് തകർത്തിടാൻ ഈ ഒരു മുട്ടുസൂചിയായി ഞാൻ തന്നെ മതി, അതിനപ്പുറം പുറന്ന ആവശ്യമില്ല. നാസുസുലമി വീണ്ടും ചോദിച്ചു, അപ്പൊ നിങ്ങൾക്ക് ധൈര്യം ഇല്ലല്ലേ ഞാനുമായി നടത്താൻ? ഉണ്ടെങ്കിൽ ഡേറ്റ് തരൂ. അവസാനം ഞാൻ പറഞ്ഞു, ശരി ഡേറ്റ് തരാം. അബ്ദുറഹ്മാൻ സലഫിയുമായി നാളെ സംവാദം നടക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് നിങ്ങളുമായി വീണ്ടും നടത്താം എന്ന് പറഞ്ഞപ്പോ പിന്നെ മൂപ്പർക്ക് മറുപടി ഇല്ല. അങ്ങനെ കണ്ട് ഫോണ് വെക്കുകയാണ് ചെയ്തത്. ഏതായിരുന്നാലും ഈ ഒരു 2-3 ആഴ്ചകളിലായി നാം ആവർത്തിച്ച് നടത്തിയ ഈ ഒരു വെല്ലുവിളി അത് ഏറ്റെടുക്കാൻ യഥാർത്ഥ അബ്ദുറഹ്മാൻ സലഫി ഇതുവരെ മുമ്പോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ അയാളെല്ലാം ഏറ്റെടുക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ട്, നമുക്കറിയാം. അവരെ ഇതും ഏറ്റെടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നെങ്കിൽ അത് അവർ തമ്മിലായിക്കോട്ടെ, നമുക്കത് ആവശ്യമില്ല. ഇപ്പൊ ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ സലഫി തയ്യാറാണ്, പക്ഷെ സക്കരിയ സ്വലാഹി വേണം എന്നാ പറഞ്ഞത്. ഫൈസൽ മുസ്ലിയാർ ആയത്ത് തിരിച്ചോ ഇല്ലെന്ന് തീരുമാനിക്കാൻ സക്കരിയ സ്വലാഹി അല്ലല്ലോ വരേണ്ടത്, അതിന് ഫൈസൽ മുസ്ലിയാറാണല്ലോ വരേണ്ടത്. മറുഭാഗത്താവട്ടെ നാസുസുലമി കഴിഞ്ഞാൽ പിന്നെ അബ്ദുറഹ്മാൻ സലഫി അല്ലാത്ത വേറൊരാളെ ഇടയ്ക്കില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് അദ്ദേഹം തന്നെ വരണം. മാത്രവുമല്ല ആലപ്പുഴ എന്ന് പറഞ്ഞത് സക്കരിയ സ്വലാഹി ഉണ്ടെങ്കിൽ അബ്ദുറഹ്മാൻ സലഫി വരാം, വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി മജീദ് സ്വലാഹിയെ പറഞ്ഞേക്കാൻ. എന്തിനാണ് ആ വക ഉരുണ്ട് കളികൾ എന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ വ്യവസ്ഥ ഉണ്ടാക്കാൻ ആവശ്യം നമുക്കില്ല. കോഴിച്ച സംഭവത്തിൽ ഉണ്ടാക്കിയ വ്യവസ്ഥയും അതേപോലെ വാടാനപ്പള്ളിയുമായി നടത്തിയ പന്നിപ്പാറ സംവാദത്തിലെ വ്യവസ്ഥയും ആ 2 വ്യവസ്ഥ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആ വ്യവസ്ഥ മതി, അത് വെച്ചുകൊണ്ട് നമുക്ക് നടത്താം. വിഷയമാണെങ്കിൽ ആയത്ത് ദുർവ്യാഖ്യാനം ഇല്ലേ എന്നാണ് വിഷയം. സംസാരിക്കുകയാണ് ഞാനും അബ്ദുറഹ്മാൻ സലഫിയുമാണ്. ബാക്കി എല്ലാ വിഷയങ്ങളും വ്യവസ്ഥയിൽ കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ട് താനും. എങ്കിൽ പിന്നെ വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് 2 ആളെ പറഞ്ഞയച്ച് അത് വെച്ചും ബഹളമാക്കിയിട്ടാണ് പിരിഞ്ഞിട്ട് തൽക്കാലം ഈ ക്ഷീണത്തിന് രക്ഷപ്പെടണം എന്നാണെങ്കിൽ അത് തൽക്കാലം നടക്കൂല എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. അതിനിടക്കാണ് ഏതോ ഒരു മൾട്ടിമീഡിയക്കാരൻ, ഹിദായ എന്ന പേരുള്ള മൾട്ടിമീഡിയക്കാരൻ ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ ഒരു പ്രചാരം ഉണ്ടെന്ന് കേട്ടു. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫിനെ എല്ലാം ഏറ്റെടുക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് തൽക്കാലം അങ്ങനെ ആളും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഇത് അബ്ദുറഹ്മാൻ സലഫി തന്നെ വരട്ടെ. അദ്ദേഹം വരികയും പരസ്യമായി പുളിക്കലോ അരീക്കോടോ ഇടവണ്ണയോ പോലുള്ള ഒരു മുജാഹിദ് മഹലിൽ പരസ്യമായി ലക്ഷക്കണക്കിന് മുജാഹിദുകൾ കേൾക്കട്ടെ. എന്നിട്ട് ആരാ ദുർവ്യാഖ്യാനിച്ചത്, ആരാ ആയത്തർത്ഥം മാറ്റിയത്, ആരാണ് ഇവിടെ ഫിത്ന ഉണ്ടാക്കുന്നത്, ആരാണ് ഇവിടെ ശിർക്കിലേക്ക് പോയത്, ആരാണ് ഇവിടെ ഇത്രയും കാലമുള്ള നയം മാറിയത്, ആരാണ് ആയത്തുകളെ തന്നെ അർത്ഥം മാറ്റി ദുർവ്യാഖ്യാനിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്ക് തീരുമാനിക്കാമല്ലോ. അതുകൊണ്ട് മറ്റ് ന്യായങ്ങളിലേക്ക് പോകാതെ ആ ഒരു സംരംഭം ഏറ്റെടുക്കാൻ അദ്ദേഹം മുന്നോട്ട് വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മളെല്ലാം അതിനുവേണ്ടി കാത്തു നിൽക്കുന്നു. ഇനി അതിനിടയ്ക്ക് വേറെ എവിടെയും കയറി ആരും ഒരു വെല്ലുവിളിയുമായി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അബ്ദുറഹ്മാൻ സലഫിയുമായി കഴിഞ്ഞാൽ പിന്നെ സംവാദം ആവശ്യമുണ്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് ആരുമായിട്ടാണെങ്കിലും അപ്പൊ നടത്താം. ആദ്യം ഇത് നടക്കട്ടെ. അതിനു മുമ്പ് ഇനി വേറെ അവിടെ ഞാനും ഉണ്ട് മറ്റവനുണ്ട് ഇവനുണ്ട് എന്നിട്ട് ഓരോരോ ഞാനൂലുകള് രംഗത്ത് വേണ്ട ഒരു ആവശ്യമില്ല. തൽക്കാലം ഈ ഒരു AK-47 തന്നെ ഈ ഉരുപ്പിച്ച ബലൂണായ അബ്ദുറഹ്മാൻ സലഫി തന്നെ വരട്ടെ. ഇൻഷാ അല്ലാഹ് മുട്ടുസൂചി നമ്മുടെ കയ്യിലുണ്ട്. ഒരു കുത്തുകുത്തേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ, അപ്പോഴേക്ക് എല്ലാം തീരും. അതിനപ്പുറം വേറൊന്നുമില്ല എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അതിന് ആരാണ് മുൻകൈ എടുക്കുന്നത് അവർക്ക് മുമ്പോട്ട് ഇറങ്ങാം, അതിനുള്ള വേദികൾ സംഘടിപ്പിക്കാം. അതിന് വ്യവസ്ഥയോ മറ്റോ ഒരു പേരും പറഞ്ഞു ഒരു ന്യായവും പറഞ്ഞിട്ട് അതിന് മുമ്പ് ഒരു ഇരുത്തുണ്ടാക്കി അത് സീഡിയാക്കി അത് ആണ് തല്ലിപ്പിരിഞ്ഞ് ഖുറാഫികൾ ചെയ്യുന്ന ആ ശൈലി സ്വീകരിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്ന ധാരണ ഒരിക്കലും വേണ്ട. ഇൻഷാ അല്ലാഹ്
അത് നമുക്ക് നടത്താൻ കഴിയും. അത് നമ്മുടെ അവിടെയും ഒരു കഴിവ് കൊണ്ടല്ല, മറിച്ച് പ്രമാണം 100% നമ്മുടെ കൈകളിൽ ഉണ്ട് എന്ന ആ ഒരൊറ്റ ഉറപ്പ് കൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറൊന്നുമല്ല എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി ജീവിതാവസാനം വരെ പ്രവർത്തിക്കുവാൻ തൗഫീഖും വിജ്ഞാനവും ആരോഗ്യവും തന്റേടവും ധൈര്യവും നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇഖ്ലാസ് കാത്തു സൂക്ഷിക്കുവാനും ലവലേശം അഹങ്കാരവും ലോകമാന്യവും കടന്നു വരാതെ സൂക്ഷിക്കുവാനുമുള്ള തൗഫീഖ് നൽകി റഹ്മാനായ റബ്ബ് നമ്മെ ഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബൈറക്സിന്റെ അഡ്മിന്മാരിൽപ്പെട്ട 2 ആളുകൾക്ക് അത്യാവശ്യമെങ്കിൽ പലതുമുണ്ടെങ്കിൽ ചോദിക്കാം, അതിനുള്ള വിശദീകരണം നൽകാം. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടതല്ല, മറ്റൊരു കാര്യം, സന്തോഷ വാർത്ത മുഴുവൻ സലഫി മുഹമ്മദിനെ അറിയിക്കാനുണ്ട്. അങ്ങനെ 1-2 ആളുകൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതിന് വിശദീകരണം കൂടി കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അത് കൂടി പറയാം. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സന്തോഷ വാർത്ത കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ചോദ്യം ജിന്നോടുള്ള സഹായത്തേക്കം 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. അതായത് ഹറാമായതുകൊണ്ട് ശിർക്കായതുകൊണ്ട്. അപ്പോൾ ഈ ഹറാമായ സംഭവങ്ങൾ ചില സമയത്ത് കള്ളുകൂടി അങ്ങനത്തെ ചില സമയത്ത് നമുക്ക് അനുവദനീയമായിട്ട് വരുന്നുണ്ട്. അതായത് ഒരാള് അൽഹംദുലില്ലാ. അപ്പൊ ഏതായിരുന്നാലും കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമായി. ഇനി ആര് ഏത് പ്രചാരണവുമായി വന്നാലും അവർക്ക് ഈ ഒരു വിശദീകരണം തന്നെ നിങ്ങൾ നൽകണം എന്ന് കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതുവരെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ പലരും ഏറ്റെടുത്തു എന്ന് പറയുക എന്നല്ലാതെ ഒരാളും ഔദ്യോഗികമായി എന്നെ വിളിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി തയ്യാറാണ് എന്നൊരു വിവരം ഇതുവരെ അറിയിച്ചിട്ടില്ല. 2 ആഴ്ചകൾക്ക് മുമ്പ് അരീക്കോട് നിന്ന് ഒരാൾ വിളിച്ചു, അബ്ദുറഹ്മാൻ സലഫിയെ ഞാൻ സന്നദ്ധനാക്കാം, താങ്കൾ തയ്യാറാകുമോ എന്ന് ചോദിച്ചു. തയ്യാറാണ് എന്നും പറഞ്ഞു. അടുത്ത ദിവസം വിളിച്ചിട്ട് പറഞ്ഞു അബ്ദുറഹ്മാൻ സലഫിയും ടീമും ഉണ്ടാകും, അതുകൊണ്ട് താങ്കളും ടീമും ഉണ്ടായിക്കൊള്ളൂ. ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, എനിക്ക് ടീമില്ല, എന്റെ കൂടെ പോരാൻ പറ്റുന്ന ടീം എനിക്കാരുള്ളത്. എനിക്ക് ആകെ ടീമുള്ളത് ഭാര്യ മക്കളോട്, അവരെ ഇട്ട് പറ്റൂല, അതുകൊണ്ട് ടീമിന്റെ പ്രശ്നമില്ല, താങ്കൾക്ക് പറ്റുമെങ്കിൽ അദ്ദേഹത്തെ മാത്രം കൊണ്ടുവരാം, ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നോട്ട് വിളിച്ചിട്ടില്ല. അപ്പൊ അല്ലാതെ ഒരാളും ഔദ്യോഗികമായി ഈ വിഷയത്തിൽ അബ്ദുറഹ്മാൻ സലഫി തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അറിയിപ്പുമായി വന്നിട്ടില്ല എന്ന് കൂടി കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന് സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്, നമ്മൾ കാലങ്ങളായി ആഗ്രഹിക്കുന്ന കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പലപ്പോഴായി നാം സമർപ്പിച്ച നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു 100% സലഫിയത്തിൽ ഊന്നിക്കൊണ്ട് ലോകാടിസ്ഥാനത്തിലുള്ള സലഫി പണ്ഡിതന്മാരുമായെല്ലാം ബന്ധം സ്ഥാപിച്ച് അവരുടെ എല്ലാം നിർദ്ദേശങ്ങളും അവരുടെ എല്ലാം ഒരു മേൽനോട്ടവും കൂടി ഉണ്ടായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നല്ല ഒരു കേന്ദ്രം, നല്ലൊരു സ്ഥാപനം നമ്മുടെ മുഴുവൻ പണ്ഡിതന്മാർക്ക് ഒരുമിച്ച് കൂടാവുന്ന ദീനു പഠിക്കാനുള്ള നല്ലൊരു കേന്ദ്രം, ഒരു പാർട്ടി ഓഫീസ് അല്ലാതെ ഒരു ദീനി കേന്ദ്രം നമുക്ക് കേരളത്തിൽ വേണമെന്നും സൗദി അറേബ്യയിലും കുവൈത്തിലും ഒക്കെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അവരെ എല്ലാം ഉപയോഗപ്പെടുത്തുകയും ലൈവായും അല്ലാതെയും ഒക്കെയായി അവരുടെ ക്ലാസ്സുകളും കാര്യങ്ങളും സംഘടിപ്പിക്കുകയും ദൗറകൾ സംഘടിപ്പിക്കുകയും അവരെ ഇങ്ങോട്ട് വരികയും അതുപോലെ നമ്മുടെ ചർച്ചകളിൽ അവരുടെ കൂടി ഒരു മേൽനോട്ടവും ശ്രദ്ധയും എല്ലാം ഉണ്ടാകുന്ന നമ്മുടെ മുഴുവൻ പണ്ഡിതന്മാർക്കും ഒരുമിച്ച് കൂടാവുന്ന ഒരു നല്ലൊരു വൈജ്ഞാനിക കേന്ദ്രം, ഒരു ഇൽമിയായ ഒരു കേന്ദ്രം ഉണ്ടാകണമെന്ന് കാലങ്ങളായി കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഞങ്ങളൊക്കെ ആവശ്യപ്പെടുകയും പലപ്പോഴും അതിന്റെ പലവിധ രൂപങ്ങളിലായി പ്ലാൻ ചെയ്യുകയും എന്നാൽ ഇടയ്ക്ക് വെച്ച് പലരുടെയും ഉടക്ക് മൂലം അതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് അൽഹംദുലില്ലാ ദഅവത്തിന്റെ എല്ലാ മേഖലകളും സ്വതന്ത്രമായി തുറക്കപ്പെട്ട സാഹചര്യത്തിൽ ബഹുമാനരായ നമ്മുടെ പ്രബോധകന്മാരും പണ്ഡിതന്മാരും 1-2 മാസങ്ങളായി കൂടിയിരുന്ന് പലപ്പോഴായി ചർച്ച ചെയ്യുകയും PN അബ്ദുൽ ലത്തീഫ് മദനിയും ഹുസൈൻ സലഫിയും അടക്കമുള്ള നമ്മുടെ പ്രഗത്ഭരായ നേതാക്കന്മാരുടെ കീഴിൽ തന്നെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇതിനു വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടി ആലോചിക്കുകയും അങ്ങനെ അൽഹംദുലില്ലാ 2 ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിൽ കുണ്ടോട്ടിയുടെയും മലപ്പുറത്തിന്റെയും ഏകദേശം മധ്യഭാഗത്തായി 10 ഏക്കർ ഭൂമി നാം ആ ഒരു സംരംഭത്തിന് വേണ്ടി കച്ചവടം ചെയ്ത് കഴിഞ്ഞു. ഒരു സെന്റിന് 35,000 രൂപ തോതിൽ 3.5 കോടി രൂപയാണ് ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി സ്ഥലത്തിനു വേണ്ടി നമുക്ക് സ്വരൂപിക്കേണ്ടത്. മറ്റ് അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ കുവൈത്തിൽ നിന്ന് ചെയ്യാമെന്ന ഒരു ഓഫർ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഭൂമിക്കും നമ്മൾ ഇഹ്യാത്തുൽ ബന്ധപ്പെടുകയും നമ്മുടെ ഈ ഒരു ആശയം അവരുടെ മുമ്പിൽ സമർപ്പിക്കുകയും ഹുസൈൻ സലഫി കഴിഞ്ഞ തവണ കുവൈത്തിൽ പ്രോഗ്രാമിന് പോയപ്പോൾ ഹുസൈൻ സലഫിയും PN അബ്ദുൽ ലത്തീഫ് മദനിയും കൂടെ ഇഹ്യാത്തുൽ മുദീറിനെ പോയി കാണുകയും അദ്ദേഹത്തോട് നമ്മുടെ ഈ ആശയം അറിയിക്കുകയും അദ്ദേഹം വളരെ സന്തോഷത്തിൽ അത് ഏറ്റെടുക്കുകയും നിങ്ങൾ തീർച്ചയായും ഭൂമി വാങ്ങിക്കൊള്ളുക, അഡ്വാൻസ് കൊടുക്കാനുള്ള 10 ലക്ഷം രൂപ ഞങ്ങൾ തരാമെന്ന് അപ്പോൾ തന്നെ അദ്ദേഹം അതിന് നമുക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. അതുപ്രകാരം അൽഹംദുലില്ലാഹ് 10 ഏക്കർ ഭൂമി നാം കച്ചവടം ചെയ്തു. 3.5 കോടി രൂപ നാം അതിൽ സ്വരൂപിക്കേണ്ടതുണ്ട്. നാം അതിൽ കണ്ട ഒരു മാർഗം 10 ഏക്കർ എന്നുള്ളത് 1000 സെന്റാണല്ലോ ഉണ്ടാവുക. ഒരു സെന്റിന് 35,000 രൂപയാണ് വില വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോ സലഫികളും നമ്മുടെ പണ്ഡിതന്മാരടക്കം ഞങ്ങളൊക്കെ അടക്കം ഓരോരുത്തരും അതിലേക്ക് സാധിക്കാവുന്ന ഒരു ഏരിയ വഖഫ് എന്ന രൂപത്തിൽ നാം അത് ഏറ്റെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 1 സെന്റോ 1/2 സെന്റോ അതല്ലെങ്കിൽ 2 സെന്റോ 5 സെന്റോ 10 സെന്റോ ഓരോരുത്തർക്കും എന്താണോ സാധിക്കുക ആ ഒരു വിഹിതം നമ്മുടെ ഓരോരുത്തരെയും വഖഫായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഞങ്ങളൊക്കെ അതിലേക്ക് ഓരോ സെന്റ് വീതം വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രബോധകന്മാരുടെയും ഒരു വിഹിതം, പണ്ഡിതന്മാരുടെയും ഒരു വിഹിതം, പ്രവർത്തകന്മാരുടെയും ഒരു വിഹിതം, അങ്ങനെ എല്ലാവരുടെയും ഓരോ വിഹിതമായിക്കൊണ്ട് അതിലേക്ക് ഉണ്ടായി. ഒരു സെന്റിന് 35,000 രൂപയാണ് നമുക്കതിന് വില വരുന്നത്. ആ ഒരു സംവിധാനം ഓരോരുത്തർക്കും സാധിക്കാവുന്ന, അതല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഈ വിഷയം അറിയിച്ചുകൊണ്ട് അവരതിലേക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് 1000 ആളുകൾ ഓരോ സെന്റ് എടുക്കാൻ തയ്യാറായാൽ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് വളരെ ഭംഗിയായി ഒറ്റ മാസം കൊണ്ട് തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ നമുക്ക് ഇന്ന് ആശങ്കയില്ല. നമ്മുടെ എല്ലാ സന്ദർഭങ്ങളും വളരെ ഭംഗിയായി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതും പൂർത്തിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ എല്ലാവരും ഇത് ആത്മാർത്ഥമായി ദുആ ചെയ്യണം എന്നാണ് പ്രധാനമായും സൂചിപ്പിക്കാറുള്ളത്. അതോടൊപ്പം നമ്മളുമായി ബന്ധമുള്ള ആളുകളൊക്കെ ഇതിലേക്ക് നമ്മൾ ബന്ധപ്പെടുത്തുക. ഒരു 4-5 മാസം കൊണ്ട് ആ പണം കൊടുക്കാൻ സാധിക്കാവുന്ന ആളുകളൊക്കെ അത് ഏറ്റെടുക്കുക. 1 സെന്റ് കഴിയുന്ന ആളുകൾ അങ്ങനെ, 2 സെന്റ് കഴിയുന്ന അങ്ങനെ, 5ഓ 10ഓ അതിലധികമോ സാധിക്കുന്ന ആളുകൾ അങ്ങനെ അതിന് ഘട്ടങ്ങളായി തരാനാണെങ്കിൽ ആ നിലക്കായാലും പ്രശ്നമില്ല. എന്തായിരുന്നാലും വളരെ പെട്ടെന്ന് നാം അതിന് പണം കൊടുക്കുകയും ദൗത്യവുമായി മുന്നേറുകയും ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരു ആദ്യ ഘട്ടം എന്ന നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് ഈ ജൂണിൽ തന്നെ നാം ഒരു അറബിക് കോളേജ് താൽക്കാലിക ഒരു കെട്ടിടത്തിൽ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് അറബിക് കോളേജുകളിൽ നിന്ന് നമ്മുടെ പല പണ്ഡിതന്മാരെയും പല വിദ്യാർത്ഥികളെയും ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കോക്കസ് ടീം. അതുകൊണ്ട് ആ കുട്ടികൾക്ക് ഒരു അഭയം ആവശ്യമാണ്, ആ അധ്യാപകർക്കും ഒരു അഭയം ആവശ്യമാണ്. അതുകൊണ്ട് ഈ ജൂണിൽ തന്നെ ഇൻഷാ അല്ലാഹ് തൽക്കാലം ഏതെങ്കിലും ഒരു വാടക കെട്ടിടത്തിൽ ഒരു താൽക്കാലിക സംവിധാനമായി നാം അറബിക് കോളേജ് ആരംഭിക്കുന്നു. ഈ നമ്മുടെ സ്ഥലം നമ്മുടെ കൈവശം വരികയും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവുകയും ചെയ്യുന്ന മുറയ്ക്ക് ഇൻഷാ അല്ലാഹ് ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് മാറാൻ കഴിയും. അങ്ങനെ ലോകാടിസ്ഥാനത്തിൽ തന്നെയുള്ള സലഫി പ്രസ്ഥാനങ്ങളും സലഫി കൂട്ടായ്മകളും സലഫി സംഘങ്ങളുമായി എല്ലാം പരസ്പരം ബന്ധമുള്ള, അവരുമായി ആശയവിനിമയം നടത്തുന്ന, അവിടെ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നീങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ആ ഒരു സംരംഭവുമായി സഹകരിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഫോൺ നമ്പർ ഞാൻ ഇവിടെ ടെക്സ്റ്റ് അടിച്ചു വിടാം. ആ നമ്പറുകളിൽ നിങ്ങൾ ബന്ധപ്പെടണം, നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെ ബന്ധിപ്പിക്കണം. ധാരാളമായി ഇതിനു വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുക. നമ്മുടെ എല്ലാം ഈ ഓട്ടത്തിനിടയിലാണ് ഈ ഉത്തരവാദിത്വം നമ്മുടെ പണ്ഡിതന്മാർ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. അല്ലാഹു തആല അവരുടെ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി ഇനിയും സേവനം ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. PN അബ്ദുൽ ലത്തീഫ് മദനി ചെയർമാനും ഞാൻ കൺവീനറുമായി കൊണ്ട് അതിനൊരു ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇന്നലത്തെ മീറ്റിംഗിൽ ഇൻഷാ അല്ലാഹ് ബാക്കി വിവരങ്ങൾ ഔദ്യോഗികമായി അറിയിക്കേണ്ട സമയത്ത് അറിയിക്കേണ്ട ആളുകളെ അറിയിക്കും എന്ന് കൂടി അറിയിക്കുന്നു. അല്ലാഹു തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.